നമസ്കാരം. ഒരു ഞെട്ടിക്കുന്ന മടക്കയാത്രയുടെ കഥയാണ് ടൊറന്റോയിൽ അരങ്ങേറിയത്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ കരുത്തരായ ഇറ്റലിയെ അട്ടിമറിച്ച് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച ബോസ്നിയ ഹെർസെഗോവിന ആതിഥേയരായ കാനഡയെ അവരുടെ മണ്ണിൽ വെള്ളം കുടിപ്പിച്ചു. ഗ്രൂപ്പ് ബിയിലെ ഈ ത്രില്ലർ പോരാട്ടം 1-1 സമനിലയിൽ പിരിഞ്ഞപ്പോൾ കാനഡയുടെ രക്ഷകനായത് പകരക്കാരനായി ഇറങ്ങിയ സൈൽ ലാരിനായിരുന്നു. കളി തുടങ്ങി 21-ാം മിനിറ്റിൽ ടൊറന്റോയുടെ സ്വന്തം ആരാധകരെ നിശബ്ദരാക്കി ജോവോ ലോക്കിച്ച് ബോസ്നിയയെ മുന്നിലെത്തിച്ചപ്പോൾ കളിയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു അപ്രതീക്ഷിത പ്രഹരമായി അത്. ഇവാൻ ബാസിച്ചിന്റെ കോർണറിൽ നിന്ന് സെഡ് കൊളാസ്നിക് കൃത്യമായി മറിച്ചു നൽകിയ പന്ത് ലൂക്കിച്ച് ഹെഡറിലൂടെ വലയിലാക്കിയപ്പോൾ കനേഡിയൻ ഗോൾ കീപ്പർ മാക്സിമെ ക്രെപൌവിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. സൂപ്പർ താരം അൽഫോൺസോ ഡേവിസിന്റെ അഭാവം കാനഡയുടെ കളിയിൽ നിഴലിച്ചു നിന്നു. എന്നാൽ ഒരു ഗോളിന് പിന്നിലായിട്ടും കാനഡ വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. ജോനാഥൻ ഡേവിഡും ഡാനി ഒലുവാസയിലും അടങ്ങുന്ന നിര ബോസ്നിയൻ പ്രതിരോധത്തിന് തലവേദന സൃഷ്ടിച്ചു. പലപ്പോഴും ബോസ്നിയൻ ഗോൾ മുഖത്ത് വെടിയുണ്ട കണക്കെ പന്തുകൾ പാഞ്ഞെങ്കിലും പ്രതിരോധ കോട്ട കാത്ത് കൊളാസ്നിയാക്കും കൂട്ടരും ഉറച്ചു നീങ്ങും. 52-ാം മിനിറ്റിൽ ലാറിയയുടെ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടിത്തെറിച്ചതും 65-ാം മിനിറ്റിൽ നിക്കോള കാറ്റിച്ച് ഒലുവസയിലൂടെ ഗോളെന്നുറച്ച ഹെഡർ രക്ഷപ്പെടുത്തിയതും കാനഡയുടെ ആരാധകരെ നിരാശയിലാക്കി. ഒടുവിൽ 75-ാം മിനിറ്റിൽ പകരക്കാരനായി സൈൽ ലാരിൻ കളത്തിലിറങ്ങി. 4 മിനിറ്റിനുള്ളിൽ തന്നെ തന്റെ മാന്ത്രിക സ്പർശം അയാൾ തെളിയിച്ചു. 79-ാം മിനിറ്റിൽ ലാരിൻ നേടിയ നിർണായക ഗോൾ കാനഡയ്ക്ക് സമനില സമ്മാനിച്ചു. ടൊറന്റോ സ്റ്റേഡിയം ആർത്തലച്ചപ്പോൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പ് ഉയർന്നു. ലോകമെമ്പാടുമുള്ള ഇറ്റാലിയൻ ആരാധകരെ കണ്ണീരിനണിയിച്ചുകൊണ്ടാണ് ബോസ്നിയ ഇത്തവണ ലോകകപ്പ് മത്സരത്തിനായി വണ്ടി കയറിയത്. യൂറോപ്യൻ പ്ലേ ഓഫിന്റെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വമ്പന്മാരായ ഇറ്റലിയെ ഞെട്ടിച്ച് ബോസ്നിയൻ കരുത്തായിരുന്നു കണ്ടത്. നീണ്ട 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബോസ്നിയ ലോക ഫുട്ബോളിന്റെ മഹാമേളയിലേക്ക് തിരിച്ചെത്തിയത്. വെറുമൊരു തിരിച്ചുവരവല്ല ഇത്. 2014 ലോകകപ്പിൽ ഇറാനെതിരെ നേടിയ വിജയമാണ് ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ബോസ്നിയയുടെ ഏറ്റവും മികച്ച പ്രകടനം. 1986-ലും 2022-ലും കാനഡ മത്സരിച്ചു. 2 ലോകകപ്പുകളിലായി കളിച്ച 6 മത്സരങ്ങളിൽ ഒന്നിൽ പോലും ജയിക്കാനായിരുന്നില്ല കാനഡയ്ക്ക്. അതേസമയം കഴിഞ്ഞ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ബെൽജിയത്തിനെതിരെ കാനഡയുടെ പ്രകടനം കയ്യടി നേടിയിരുന്നു. നോക്കൌട്ട് റൗണ്ട് ലക്ഷ്യമിട്ടാണ് കാനഡ ഇത്തവണ ലോകകപ്പിന് ഇറങ്ങുന്നത്. 2 ലോകകപ്പുകളിലായി കളിച്ച 6 മത്സരങ്ങളിൽ ഒന്നിൽ പോലും ജയിക്കാനായില്ലെങ്കിലും കഴിഞ്ഞ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ബെൽജിയത്തിനെതിരെ കാനഡയുടെ പ്രകടനം വളരെ പ്രകടമായിരുന്നു.